എല്ലാവരും കാണാൻ കൊതിക്കുന്ന വേറൊരു ഹിഡൻ സ്പോട്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോ ഒന്ന്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വേറൊരു ഹിഡൻ സ്പോട്ടിലാണ് കേട്ടോ. അതായത് നമ്മളെ നാട്ടിൽ തന്നെയാണ്. അഞ്ചരക്കണ്ടിയിൽ നിന്ന് ഇരിക്കൂർ പോകുന്ന വഴിക്ക് അരീക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അരീക്കൽ വെള്ളച്ചാട്ടം സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഒന്ന് ചെന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞു നീളിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ റോഡ് വണ്ടി നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ നടന്നിട്ട് വരണം കേട്ടോ. നടക്കാൻ ഇതാ കുറച്ച് കാട്ടുവഴിയിലൂടെയല്ല ഉള്ള സ്ഥലത്തിനെ പറ്റി നമുക്ക് അത്ര ഡീറ്റെയിൽ ഒന്നുമില്ല. അപ്പുറത്തുള്ളൊരു ചേട്ടൻ പറഞ്ഞു തന്നെയാണ്. ഒരു ചേട്ടൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെക്കാട്ടിലും നല്ലൊരു ഏജിലുള്ള ഒരാളാണ്. അവരാ പറഞ്ഞത് ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഒരു അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെന്ന് നോക്കാം എങ്ങനെയാണുള്ളത്. ഇത് തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള റൂട്ട് എന്നാണ് പറയുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ എത്തണ്ടിക്കൽ നമ്മൾ നേരെ ബസ് പിടിച്ചിട്ട് വരുന്നതാണെങ്കിൽ തലശ്ശേരി ഭാഗം കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നതാണെങ്കിൽ അഞ്ചരക്കണ്ടി എത്തുക. അഞ്ചരക്കണ്ടിയിൽ നിന്ന് പിന്നെ ഇരിക്കൂർ റോഡുണ്ട്. ആ ഇരിക്കൂർ റോഡിലാണ് ഈ അലീക്കൽ വാട്ടർഫാൾ ഉള്ളത് കേട്ടോ. ഒരുപാട് വലിയ വാട്ടർഫാൾ ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം കാണാനായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണെന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് ശരിക്കും ഫുള്ള് കാടാണ് കേട്ടോ. സംഭവം വളരെ എന്ന് പറയേണ്ട ഒരു നമ്മളറിയാത്ത ആളുകൾ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു പേടി തോന്നിയൊരു സ്ഥലം തന്നെയാണ്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ള് ചുറ്റും ഇതാ പണ്ട് നമ്മുടെ ജഗതിച്ചേട്ടൻ പറഞ്ഞ പോലെ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ എന്നുള്ളൊരു സംഭവം. ഒടുക്കത്തെ കാടാകട്ടോ, ഒന്നും പറയാനില്ല. എൻ്റെ അമ്മച്ചേ നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വയസ്സായ ആൾക്കാരൊന്നും, കുറച്ച് പ്രായമുള്ള ആൾക്കാരും കുറച്ച് സ്ത്രീകളെല്ലാം വരുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഫുള്ള് കാടാകട്ടോ, ഒരു ചാൻസും ഇല്ല. എൻ്റെ പൊന്നോ, ഇവിടെ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ നടുവും തല്ലി വീഴും. ഇതാ നല്ല വെള്ളത്തിന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. സംഭവം പൊളിയാണ് കേട്ടോ. ഇനി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ അഡ്രസ്സ് ഉണ്ടാവില്ല. തുള്ളിച്ചാടിയിട്ട് വേണം പോകാൻ ഇവിടുന്ന്. ലൊക്കേഷൻ കണ്ടിട്ട് എന്തോ ഒരു എന്താ പറയണ്ട, ആകെ എല്ലാം കൂടി നമ്മളെ നാട് തന്നെയാണെന്നോ പെട്ടെന്ന് തോന്നിപ്പോകും കേട്ടോ. ഫുള്ള് കാടാണ്. നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് വരുന്നത് ഇതെല്ലാം. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെയുള്ള അടിപൊളി സ്പോട്ട് ഉണ്ടെന്ന് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും സംഭവം സൂപ്പറാക്കിന്. ഇതാ ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഫൈനലി നമുക്കിതാ നമ്മളിവിടെ അടിപൊളി സ്ഥലം കേട്ടോ. ഒരു ബെസ്റ്റ് ഹിഡൻ സ്പോട്ട് തന്നെ പറയാം. ആളുകളൊക്കെ കാണാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെ. പക്ഷേങ്കിൽ ഈ സമയത്ത് ഇതെല്ലാം സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല, ഉരുൾപൊട്ടലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് വ്യൂ പോയിൻ്റാണ്. കുറേ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്, പക്ഷേ ഇന്ന് ആരെയും കാണുന്നില്ല ഇവിടെ. ചുറ്റുവട്ടം ചോദിച്ചാലാണ് മനസ്സിലായിട്ടോ. എന്തായാലും സൂപ്പറായിട്ടുണ്ട് സ്ഥലം കാണാൻ. ഇവിടെ ആളുകളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം ഒന്ന് മഴ നിൽക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ശരിക്കും കാണാനുണ്ട്. പക്ഷേ സ്ഥലം ഒരു രക്ഷയില്ല. അങ്ങോട്ട് പോകാനൊക്കെ വഴികളുണ്ട് നല്ലോണം. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. എന്തായാലും സംഭവം പൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്കൊരു അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. ഫാമിലി ആണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരടിച്ചു പൊളിക്കാം. എന്തായാലും പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കൂടുതലായിട്ട്. കുറച്ച് ചെറിയതാ ബിയർ കുപ്പിയൊക്കെ കാണുന്നുണ്ട്. അറിയില്ല, ചിലപ്പം ആരെങ്കിലും പൊട്ടിച്ചിട്ടിട്ടൊക്കെ ആണെങ്കിൽ അതൊരു വളരെ വിഷമം തോന്നിയൊരു കാര്യമാണ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടുന്ന സമയത്ത് വളരെ വിഷമം തോന്നും കേട്ടോ. എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ലൊക്കേഷൻ തന്നെ, ഒരുപാട് ഇഷ്ടമായി കേട്ടോ. എന്തായാലും സൂപ്പർ തന്നെയാണ്. അപ്പോൾ ഒരു ചാൻസും ഇല്ല. ഈ പോകുന്ന വെള്ളമൊക്കെ നേരെ അഞ്ചരക്കണ്ടി പുഴയിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് മഴ നല്ല കുറവായതുകൊണ്ട് വെള്ളത്തിൻ്റെ വരവൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കുറവാണ്. കാരണം അവിടുന്ന് നല്ല ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു മുകളിൽ നിന്ന്. പക്ഷേങ്കിൽ ഇവിടെ താഴെ എത്തിയ സമയത്ത് വളരെ സ്ലോ ആണ് കേട്ടോ. വിചാരിച്ച അത്ര നല്ല പവർഫുള്ളായിട്ടുള്ള വെള്ളമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ കല്ലിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴുക്കൽ കാര്യങ്ങളൊന്നുമില്ല. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ല സ്പീഡിൽ ഒഴുകി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്.
അപ്പോൾ ഞാനതിന് തിരിച്ച് കയറിയാണ് കേട്ടോ. തിരിച്ച് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇറങ്ങിയ എത്രയാണോ ബുദ്ധിമുട്ട് അതിൻ്റെ ഡബിൾ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ തിരിച്ച് കയറാനായിട്ട്. വിചാരിച്ച പോലെയല്ല. പിന്നെ കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടത്തിലൊക്കെ ഞങ്ങൾ ഇന്ന് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറൈസ്ഡ് ആയിട്ട് ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഹിഡൻ സ്പോട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേട്ടോ കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരിക. സ്ലിപ്പർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നതാണെങ്കിൽ ഈ എന്താ പറയണ്ടേ, ഭക്ഷണ സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതെ നോക്കുക. തിരിച്ചു കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തിരിച്ചു കയറാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറൊരു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ 24 hours ഓപ്പൺ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു സേഫ് ഗാർഡ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഹിഡൻ സ്പോട്ട് എന്നേ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ തന്നെ തലശ്ശേരി ഇരിക്കൂർ റോഡാണ് കേട്ടോ. അഞ്ചരക്കണ്ടി കഴിഞ്ഞിട്ട് ഇരിക്കൂർ എത്തുന്ന സമയത്ത് കുറച്ച് മുന്നോട്ട് അമ്പനാട് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയാൽ മുറിങ്ങേരി ആലക്കൽ റോഡാണ് കേട്ടോ. ആലക്കൽ റോഡിൽ കയറിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 300 മീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ എത്തുന്ന ലൊക്കേഷൻ. ഇവിടെ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഒരു കാര്യങ്ങളുമില്ല. കാരണം ഇതിനെ പറ്റിയിട്ടൊന്നും കൂടുതലൊന്നും പുറത്തൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ലൊക്കേഷൻ നല്ല അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിപ്പോൾ പുറമേ നമ്മളിപ്പോൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ശരിക്കും അടുത്തെത്തിയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് കാണാൻ നല്ല കാഴ്ചകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു മഴക്കാലത്താണ് വരുന്നുണ്ടെങ്കിൽ ഇതിലും സൂപ്പറായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതായത് നല്ല മഴയുള്ള സമയത്ത് വെള്ളത്തിന് നല്ല കൂടുണ്ടാവും. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഉരുൾപൊട്ടലിൻ്റെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുമെന്നും ഒരറിവില്ല കേട്ടോ. അപ്പോൾ അതിനൊന്നും നമ്മൾ ഗ്യാരണ്ടി ഇല്ല. കാരണം ഇതിനോട് ചുറ്റുവട്ടുള്ള പ്രദേശം ഞാൻ നോക്കിയ സമയത്ത് ഏകദേശം ഫുള്ള് മല പോലെ തന്നെയാണ്. പക്ഷേ അവിടെയുള്ള വീടുകളൊക്കെ പറഞ്ഞത് വേറെ വല്ല കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ടൊക്കെ കാണുക. ഹിഡൻ വീഡിയോ മാത്രമല്ല, എബ്രോഡ് വ്ളോഗ്സ് ഒരുപാടുണ്ട്. ഒരുപാട് രാജ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 19 രാജ്യത്തിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം എല്ലാവരും പറയുക. കൂടുതൽ വീഡിയോകൾക്ക് വരുന്നവരിക്കും ബൈ ബൈ.